പാഠം 954 ഒരു പിറന്നാൾ ദിനം. കേരളത്തിന് ഇന്ന് 60 വയസ്സ് തികയുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആഹ്ലാദിക്കാനുള്ള അവസരമാണ്. 1956 നവംബർ 1 തീയതി ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട കേരള സംസ്ഥാനം നിരവധി വെല്ലുവിളികൾ നേരിട്ടാണ് ഇന്നത്തെ ഈ അവസ്ഥയിലെത്തി നിൽക്കുന്നത്. കേരളം ഇന്ന് വിവിധ മേഖലകളിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയരത്തിലാണെങ്കിലും ആശങ്കയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിരവധിയുണ്ട്. മോഹനേഷ് സാറേ, ഹാപ്പി ബർത്ത്ഡേ. സാറിന്റെ ബർത്ത്ഡേ അല്ല, കേരളത്തിന്റെ ബർത്ത്ഡേ. സാറും കേരളത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോ ഒരു ഹാപ്പി ബർത്ത്ഡേ സാറിന് ഇരിക്കട്ടെ. അശോകൻ, ഇവിടെ വരൂ. എന്താ മോനട്ടാ? ആഹാ, അശോകനാണല്ലോ വരുന്നത്. ഇവിടെയൊന്നും ഇല്ലായിരുന്നു തോന്നുന്നല്ലേ? കണ്ടിട്ട് കൊറേ നാളായി. എന്താ സാറേ? കേരളമുണ്ടായത് ഏതു വർഷമാണ് എന്ന് അശോകൻ അറിയാമോ? അത് പിന്നെ ആലോചിക്കണ്ട. 1956. ഓ, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 500-ലധികം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. പല നാടിനും പല ഭാഷകൾ. അത് ഒരു പ്രയാസമായി വന്നപ്പോഴാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അത് പ്രകാരം കേരളം 1956 നവംബർ 1 നിലവിൽ വന്നു. ഞാൻ കേട്ടിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ സംസ്ഥാനം ഉണ്ടായിരിക്കുന്നത്. അറിയാം സർ. അങ്ങനെ മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടായ കേരളം എന്ന സംസ്ഥാനത്തിന്റെ 60ാം പിറന്നാളായ ഇന്ന് ആ വഴിയിൽ വന്ന് അശോകൻ പറഞ്ഞെന്താ? ഹാപ്പി ബർത്ത്ഡേ എന്ന്. അനിയ, അതെങ്കിലും മലയാളത്തിൽ പറഞ്ഞ് മലയാളത്തിന്റെ അഭിമാനം സംരക്ഷിച്ചുകൂടെ? ക്ഷമിക്കണം സർ, ഒരു ശീലത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞു പോയതാ. പിറന്നാൾ ആശംസകൾ അങ്ങനെ ആയാലോ? മതിയോ? മതി. അപ്പോ ഞാൻ വരട്ടെ സർ. കേരളപ്പിറവ് പ്രമാണിച്ച് ഇവിടെ ഇരുന്ന് അതുവഴി പോകുന്നവരെല്ലാം മലയാളം പഠിപ്പിക്കാനാണോ പരിപാടി? അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല, സംഭവിച്ചു പോയതാണ്. ഓ, എന്തിനാ എന്നെ വിളിച്ചത്? കേരളത്തിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത ഒരുപാട് സവിശേഷതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? ഇത് ചോദിക്കാനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? എന്താ ചോദിക്കണ്ടേ? അതിനുത്തരം പറഞ്ഞുകൊണ്ടിരുന്നാല് അടുപ്പത്തിരിക്കുന്ന ആ സാമ്പാർ കരിഞ്ഞു പോകും. സവിശേഷമായി കരിഞ്ഞ സാമ്പാർ കഴിച്ചാൽ അതൊരു സവിശേഷമായ അനുഭവമായിരിക്കും. പക്ഷേ എന്റെ മോഹനേട്ടൻ അത് ഇഷ്ടാവില്ല. അതുകൊണ്ട് മോഹനേട്ടൻ കേരളത്തിന്റെ സവിശേഷതകളുമായിട്ട് ഇവിടെ ഇരുന്നു, ഞാൻ സാമ്പാറിന്റെ സവിശേഷതകളുമായിട്ട് അവിടെ ഇരിക്കാം. ഓക്കെ? കേരളപ്പിറവിയായിട്ട് ഒരു മലയാളിയെ കളിയാക്കുന്നു. ഇനി അവിടെ വിട്ടിട്ട് കാര്യമില്ല. പത്രത്തിൽ ഓരോരോ കാര്യങ്ങൾ വരുന്നത് വായിക്കാനാണ് എന്ന് നിനക്കറിയാമോ? ഇന്നത്തെ പത്രത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം വായിച്ച് അത് നിനക്ക് പറഞ്ഞു തരാൻ നോക്കുകയായിരുന്നു ഞാൻ. അത് കേൾക്കുന്നതിന് പകരം എന്നെ കളിയാക്കിയിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് പോന്നു. ഹമേ, നിനക്കൊരു ധാരണയുണ്ട്. എല്ലാ ദിവസവും രാവിലെ അടുക്കളയിൽ കയറി സാമ്പാർ ഉണ്ടാക്കുന്നതും പാത്രം കഴുകുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന്. നീ സാമ്പാർ ഉണ്ടാക്കിയതുകൊണ്ടോ പാത്രം കഴുകിയതുകൊണ്ടോ അല്ല കേരളം ഉണ്ടായതും ഈ അവസ്ഥ ഉണ്ടായതൊക്കെ. ഞാൻ സാമ്പാർ ഉണ്ടാക്കില്ല, ഈ കേരളത്തിന്റെ അവസ്ഥ മോഹനേട്ടൻ തന്നെ ആലോചിച്ചു. ഞാൻ ഒന്നും ഉണ്ടാക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടനൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ കുറെ നാളൊന്നും കഴിക്കാതെ പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ സ്വഭാവമായിട്ട് ചത്തുപോകല്ലോ. മോഹനേട്ടൻ എങ്ങനെ ചത്തുപോയി പിന്നെ വില്ലേജ് ഓഫീസ് ഉണ്ടാവൂല, റവന്യൂ വകുപ്പ് ഉണ്ടാവൂല. എന്തൊരു ദുരന്തമായിരിക്കും ഇവിടെ ഉണ്ടാവണേ. പത്രത്തിരിക്കുന്ന വായിച്ച് കാണാതെ പഠിക്കേ.
ഞാൻ അങ്ങോട്ട് ഒരു ശല്യത്തിനും വരുന്നില്ലല്ലോ. അതുപോലെ അടുക്കളയിലെ പണി ഞാൻ ചെയ്യുമ്പോ എന്നെ ശല്യപ്പെടുത്താൻ ഒന്നും വരല്ലേ. ഭർത്താക്കന്മാരെ ബഹുമാനമില്ലാത്ത നിന്നെ പോലുള്ള ഭാര്യമാരുള്ളത് കൊണ്ടാണ് നമ്മുടെ കേരളം രക്ഷപ്പെടാതെ പോകുന്നത്. കേരളം രക്ഷപ്പെടുന്നതിനെ മോനോട് കുറച്ചു മുന്നേ പറഞ്ഞത്. ആ ഫോൺ വന്നതുകൊണ്ട് മാത്രം ഇതിന്റെ ബാക്കി ഞാനിപ്പോ പറയുന്നില്ല. ഹലോ, അതെ, കെ മോഹനകൃഷ്ണ സാറാണ്. ആ ശിവൻകുട്ടി, നീ എവിടുന്നാ? നാട്ടിലെത്തിയോ? ഇന്ന് തന്നെ പോകുന്ന അതൊരു പെട്ടെന്ന്. ആ എന്നാൽ ഇത്രയും കാലം കൂടി നാട്ടിൽ വന്നിട്ട് നീ എന്നെ ഒന്നും കാണാവുന്നില്ലല്ലോ. ആ പിന്നെ അടുത്ത നേരം എന്നെ കാണാൻ പോരുത്. ആ സമ്മാനോ? എനിക്കോ? എന്താണ് സംഭവം? ആ ആയിക്കോട്ടെ. ആ അടുത്തോടത്ത കാര്യം പറക്കണ്ട. ശരി. ഭാമേ, വിളിച്ചതാരാണെന്നറിയാമോ? അപ്പൊ എനിക്കല്ലായിരുന്നു ഫോൺ. മോനോടെ ബാബേ എന്ന് വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു എനിക്കായിരിക്കുന്നു. ഫോൺ എനിക്കായിരുന്നു. ശിവൻകുട്ടി ആയിരുന്നു വിളിച്ചത്. ഏത് ശിവൻകുട്ടി? നാട്ടിലെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ശിവൻകുട്ടി. ചെറുപ്പകാലം മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ദുബായിലുള്ള ശിവൻകുട്ടി? ദുബായിൽ നിന്നാണ് വിളിച്ചേ? അല്ല, എന്തോ അത്യാവശ്യ കാര്യത്തിന് ഒരു 3 ദിവസം മുമ്പ് നാട്ടിലെത്തിയായിരുന്നു. തിരിച്ചു പോകേണ്ട ഒരു അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഇന്ന് എന്നെ പോവാ. അയ്യേ, ഇതാണോ മോനേട്ടൻ പറഞ്ഞത് വലിയ കൂട്ടുകാരനാണെന്ന്? വർഷങ്ങൾ കൂടി ദുബായിൽ നിന്ന് നാട്ടിൽ വരുന്ന ശിവൻകുട്ടി മോഹനേട്ടൻ ഒന്ന് കാണാൻ കൂടെ വന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ എന്തോന്ന് കൂട്ടുകാര്? ഞാനോ കൂട്ട്? അല്ല, അത് പിന്നെ ഇവിടെ രാവിലെ 1-ാം തെറ്റ് വഴക്കുണ്ടാക്കി ഇറങ്ങിയിരിക്കണം. ശിവൻകുട്ടിയെ ഞാനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നിനക്ക് എന്തറിയാം? മോഹനേട്ടൻ പറഞ്ഞുള്ള അറിവെല്ലാം എനിക്കും അറിയാം. ശിവൻകുട്ടിയായിരുന്നു നാട്ടിലെ ഏറ്റവും വലിയ കൂട്ട്. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ നിങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ശിവൻകുട്ടി ഇല്ലാതെ മോഹനേട്ടനും മോഹനേട്ടനില്ലാതെ ശിവൻകുട്ടിയും ഒരിടത്തും പോയിട്ടില്ല എന്നൊക്കെ ഒരു 100 പ്രാവശ്യങ്ങൾ മോഹനേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അത്രയ്ക്ക് കൂട്ടായിരുന്ന ഒരാള് ഗൾഫിൽ നിന്ന് അവധിക്ക് വന്നിട്ട് മോഹനേട്ടൻ ഒന്ന് കാണുക പോലും ചെയ്യാതെ പോയി എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞല്ലോ. എന്തോ അത്യാവശ്യപരമാണ് ശിവൻകുട്ടി വന്നത്. വന്നിട്ട് 3 ദിവസം ആയിട്ടുള്ളൂ. പെട്ടെന്ന് തിരിച്ചു വേണ്ടിയും വന്നു. വെറും 3 ദിവസത്തെ അവധിക്ക് മാത്രം നാട്ടിൽ വന്ന ഒരാൾ എങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്? പക്ഷേ ശിവൻകുട്ടി എന്നെ മറന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് നല്ലൊരു ഉഗ്ര സമ്മാനം കൊടുത്തിട്ടുണ്ട്. സമ്മാനം? ഒരു സമ്മാനമുണ്ട്, ഒരാളുടെ കയ്യിൽ കൊടുത്തയക്കാം എന്ന് പറഞ്ഞു. ഗൾഫിൽ നിന്ന് വരുന്ന ഒരാള് മോഹനേട്ടൻ എന്ത് സമ്മാനം കൊടുക്കാനാണ്? അതൊക്കെ സമ്മാനം വരുമ്പോ നീ അറിഞ്ഞാ മതി. ശിവൻകുട്ടിയുമായുള്ള എന്റെ ബന്ധം എന്താണെന്ന് അപ്പ നിനക്ക് മനസ്സിലാവും. സ്കൂളിലേക്ക് ഞങ്ങൾ പോകുന്നത് ഗോവിന്ദൻ ചേട്ടന്റെ പാടത്തിന്റെ നടുവിലൂടെയായിരുന്നു. 2 വശവും നോക്കിയാൽ നോക്കത്താ ദൂരത്ത് ഇങ്ങനെ പരന്നു കിടക്കുന്ന പാടം. പച്ച നിറത്തിൽ ഇങ്ങനെ നിരന്ന് കിടക്കും. ഇടയ്ക്ക് ചെറിയ തോടുകൾ, നിറയെ വെള്ളം. അത് ഒരു സുഖമുള്ള കാഴ്ചയായിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോ ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് പോകും. തിരിച്ചു വരുമ്പോ തോട്ടിലിറങ്ങി വെള്ളത്തിൽ കുളിക്കും. വരമ്പിനടുത്ത് വന്നിരിക്കുന്ന തവളകളെ ഓടിച്ചിട്ട് പിറകെ ഓടും. ഗോവിന്ദൻ ചേട്ടന്റെ പാടം കഴിഞ്ഞാൽ പിന്നെ മാവിൻ തോട്ടമാ. നിറയെ മാവ്, മാമ്പഴക്കൊലകൾ അങ്ങനെ കിടക്കുന്ന കാണാം. സ്കൂളിൽ പോയ കാലം അത്രയും അതൊക്കെ കണ്ടിട്ടും എനിക്ക് മതിയായില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു കാഴ്ച കാണാൻ ഇനി ഒരിക്കലും പറ്റില്ലെന്ന് ഓർക്കുമ്പോഴാ. 60 കൊല്ലം മുന്നേ കേരളം ഉണ്ടാക്കുന്ന കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന കാഴ്ചയുടെ കാര്യമാണ് മോഹനേട്ടൻ ഇപ്പി പറഞ്ഞത്. അതൊന്നും ഇനി ബാക്കിയില്ല. എന്നിട്ട് മോഹനേട്ടൻ തന്നെ പറയുന്നു കേരളം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന്. എന്തോന്ന് വളർച്ചയാ മോഹനേട്ടാ? ആ സത്യം പറഞ്ഞാൽ കേരളം വളർന്നു വരികയുള്ളൂ. 60 കൊല്ലം മുന്നേ ഒരൊറ്റ ഗൾഫുകാരൻ ഉണ്ടായിരുന്നില്ല കേരളത്തില്. ഇപ്പോ ലക്ഷക്കണക്കിന് മലയാളികൾ പ്രവാസികളായി അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. മോഹനേട്ടന്റെ ശിവൻകുട്ടി അടക്കം.
ഈ ഗൾഫുകാരുടെ എണ്ണത്തിൽ മാത്രം മോഹനേട്ടൻ വളർച്ചുണ്ടായിരിക്കും. സാറേ ഉത്തമ വന്നിട്ടുണ്ട്. എന്തായാലും കേരളപ്പിറവിയല്ലേ, ഉത്തമനും മോഹനേട്ടന്റെ വക ഒരു സ്റ്റഡി ക്ലാസ് കൊടുത്താട്ടെ. പോയാട്ടെ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. സാറേ, ആ കേശവൻകുട്ടിയുടെ സ്ഥലം അളക്കുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് സാറിന് സമയം ഉണ്ടാവുമോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഉത്തമൻ അറിയാമോ? ഇന്ന് എന്താണ് സാറേ പ്രത്യേകത? ഇന്ന് ഒരു ഷഷ്ഠബ്ദ പൂർത്തിയാണ്. എന്താ ഷഷ്ഠബ്ദ പൂർത്തി? ഷഷ്ടംദം. നിങ്ങൾ ഷഷ്ടി പൂർത്തി എന്ന് പറയും. ഞാൻ കേട്ടിട്ടില്ല അത്. രണ്ടായിരുന്നാലും എനിക്ക് അറിഞ്ഞുകൂടാ സാറേ. 60 വയസ്സ് തികയുന്നതിനെയാണ് ഷഷ്ഠബ്ദ പൂർത്തി എന്ന് പറയുന്നത്. ഓ, അത് ശരി. ആരുടെ? എന്തായാലും സാറിന്റെ അല്ലെന്നുള്ള കാര്യം ഉറപ്പാണ് സാറേ. പിന്നെ ആരുടെ സാറേ? ആ, മനസ്സിലായി. തഹസീൽദാരുടെ ആയിരിക്കും. തഹസീൽദാർ ഒരു കേരള സർക്കാർ ഉദ്യോഗസ്ഥനാണ്. കേരളത്തിലെ സർക്കാർ സർവീസിൽ 56ാമത്തെ വയസ്സിൽ പെൻഷൻ പറ്റി പിരിയേണ്ടി വരും. അപ്പൊ പിന്നെ തഹസീൽദാർക്ക് എങ്ങനെ 60 വയസ്സാകും? ഓ, അപ്പൊ തഹസീൽദാരും അല്ല. പിന്നെ ആര് സാറേ? ഒരു ക്ലൂ തരുമോ? ക്ലൂ, ഒരു സൂചന. കഷ്ടം. ഒരു മലയാളിയാണ് എന്ന് പറഞ്ഞു നടക്കാൻ ഉത്തമന് നാണമില്ലേ? ഇന്ന് നവംബർ 1-ാം തീയതിയാണ്. എന്താണ് നവംബർ 1-ന്റെ പ്രത്യേകത? ബ്രാൻഡി കട തുറക്കൂല. അത് നവംബർ 1-ന് മാത്രമല്ല സാറേ, എല്ലാ 1-ാം തീയതിയും ഈ ബിവറേജ് അവധിയാണ്. ഉത്തമ, ഇന്ന് കേരളപ്പിറവിയാണ്. കേരളം ഉണ്ടായിട്ട് 60 വർഷമായി. അപ്പൊ ഇതിനു മുമ്പ് കേരളം ഇല്ലായിരുന്ന? മലയാളം സംസാരിക്കുന്ന മനുഷ്യരുള്ള പ്രദേശങ്ങളെല്ലാം ചേർത്ത് കേരളം എന്ന പേരിൽ ഒരു സംസ്ഥാനം ഉണ്ടായിട്ട് 60 വർഷം ആയിന്ന്. അങ്ങനെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചായിട്ട് ഓർമ്മയുണ്ട്, പിന്നെ എല്ലാം മറന്നുപോയി. പിന്നെ നമ്മുടെ ഈ ജോലിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ സാറേ, വെറും ഫോണ് മാത്രം മതി. സ്വന്തം നാടിനെ കുറിച്ച് ഇങ്ങനെ ഒന്നും അറിയാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നാട് വിട്ടു പോകുന്നതാ. അയ്യോ, കേശവൻകുട്ടിയുടെ ഭൂമി ഇളക്കുന്നതിന്റെ കാര്യം അറിയാം, സ്വന്തം നാടിനെ പറ്റി ഒന്നും അറിയില്ല. മുഖത്തൊക്കെ പോലെ കൊണ്ടില്ല. എന്തായാലും വില്ലേജ് ഓഫീസർ ഒന്ന് കോൾ അടിച്ചിരിക്കും ഉത്തമ. ഗൾഫിലുള്ള കൂട്ടുകാരെ ശിവൻകുട്ടി മോഹനേട്ടൻ എന്തോ പാഴ്സൽ കൊടുത്തയച്ചിട്ടുണ്ട്. എന്താ സംഭവം? അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗൾഫിൽ സാധാരണ കിട്ടുന്ന ഡ്രസ്സും മൊബൈലും ഒക്കെ അല്ലേ, അതൊന്നും മോഹനേട്ടന് വേണ്ട. പിന്നെ എന്തായിരിക്കുമെന്നാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. ശിവൻകുട്ടി ആയതുകൊണ്ട് മോഹനേട്ടനെ ശരിക്കും അറിയാം. അതുകൊണ്ട് മോഹനേട്ടന് ഇഷ്ടമല്ലാത്തൊന്നും കൊടുത്തും വിടൂല. അപ്പൊ അതെന്തായിരിക്കും? ഈ പാഴ്സൽ എപ്പോ വരും? വൈകുന്നേരത്തേക്ക് കിട്ടുമായിരിക്കും. നാട്ടിൽ നിന്ന് ആരുടെ കൈ കൊടുത്തയച്ചിരിക്കുക. അപ്പൊ പിന്നെ വൈകിട്ട് വരെ ക്ഷമിക്കണം വക്കീലേ. എന്താ സംഭവം വൈകിട്ട് അറിയാം. സത്യത്തിൽ ഈ നവംബർ 1-ാം തീയതി അവധി പ്രഖ്യാപിക്കേണ്ടതാ. മഹാന്മാരുടെയൊക്കെ പിറന്നാളിന് അവധിയാവാമെങ്കിൽ കേരളപ്പിറവിക്ക് അവധി വേണ്ടേ? പിന്നെ അല്ലാതെ സ്വാതന്ത്ര്യ ദിനത്തിന് റിപ്പബ്ലിക് ദിനത്തിന് അവധിയാകാമെങ്കിൽ കേരളപ്പിറവിക്കും അവധി തരേണ്ടതാ. ഇതിനു വേണ്ടിയൊന്നും സമരം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആരുമില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ സമരം. 1-ാം തീയതി അവധി പ്രഖ്യാപിച്ചാലും എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷെ 1-ാം തീയതി ബ്രാൻഡി കട അടയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് നിർത്തണം. കേരളപ്പിറവിയായിട്ട് ഒരു സ്മാൾ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് പ്രൊഫസറെ. പിന്നെ ഞങ്ങളെ പോലുള്ളവർ എങ്ങനെയായി കേരളപ്പിറവി ആഘോഷിക്കുന്നത്? ശിശുപാലൻ ചേട്ടൻ അതേ പറയൂ. ഞങ്ങള് പെണ്ണുങ്ങൾക്ക് അവധി ആവശ്യം. അതെ, വീട്ടിലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാം ഇത് ഒറ്റ അവധി കൊണ്ട്. സ്വയംപ്രഭേ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനല്ലല്ലോ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അല്ല സാർ, ഞങ്ങള് വെറുതെ വീട്ടിലെ ജോലി ചെയ്യുന്നതാണ് ആഫീസ് ജോലിയേക്കാൾ പ്രധാനമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ജോലി രാജിവെച്ച് വീട്ടിൽ പോണം. അതാണ് മര്യാദ. എന്നാലും കേരളപ്പിറവിയല്ലേ സാർ, സർക്കാരിന് ഒരു അവധി തരാവുന്നതാ. കാഞ്ചനയ്ക്ക് 60 കൊല്ലം മുമ്പുണ്ടായിരുന്ന കേരളത്തെ പറ്റി അറിയാമോ? ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്ന ഈ കേരളം അന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയായിരുന്നു. എവിടെ നോക്കിയാലും പച്ച പുതച്ചു കിടക്കുന്ന നാട്, നോക്കിയാൽ നോക്കത്താ ദൂരത്തോളം നെൽപ്പാടങ്ങൾ, വനം കൊണ്ട് നിറഞ്ഞ സഹ്യപർവ്വതം, സഹ്യനിൽ നിന്ന്
കേരളത്തിലൂടെ അറബിക്കടലിലേക്ക് ഒഴുകുന്ന 40-ലധികം നദികൾ, വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ, പഠിക്കാനും വളരാനുമുള്ള അവസരങ്ങൾ, ജാതി മത വ്യത്യാസമില്ലാതെ പരസ്പരം സ്നേഹിച്ചു കഴിയുന്ന മനുഷ്യർ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉദാത്തമായ സാഹിത്യം, സിനിമ, മറ്റു കലാരൂപങ്ങൾ, വൃത്തിയും വെടുപ്പുമുള്ള വീടുകൾ, ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ, ഇതൊക്കെ ഉണ്ടായിരുന്ന കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? മഴയില്ല, പുഴയില്ല, കൃഷിയില്ല, വനമില്ല, വരൾച്ച ബാധിത സംസ്ഥാനം. നമ്മളെപ്പോലുള്ള റവന്യൂ ജീവനക്കാർ എല്ലാം മറന്ന് ജോലി ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള കേരളത്തിനെങ്കിലും നമുക്ക് രക്ഷിക്കാനാവൂ. ഇനി പാടങ്ങളൊന്നും നികന്നു പോകരുത്, ഇനി പുഴകൾ കയ്യേറപ്പെടരുത്. അതിനുവേണ്ടി ശ്രമിക്കേണ്ട ദിവസം അവധി വേണമെന്ന് പറയുന്നത് സ്വന്തം നാടിനോടുള്ള പരിഹാസമല്ലേ? മനസ്സിലായല്ലോ? അതിപ്പോ നമ്മൾ മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമാണോ? പിന്നല്ലാതെ ഒരു വില്ലേജ് ഓഫീസർ നമ്മൾ 3 പേരും കൂടെ വിചാരിച്ച ഒരു ചുക്ക് നടക്കില്ല. പക്ഷെ കാഞ്ചന സാറേ, മോഹനേഷ് സാറ് പറഞ്ഞതിൽ കാര്യമുണ്ട്. ആരെങ്കിലുമൊക്കെ മുൻകൈ എടുത്തില്ലെങ്കിലേ കേരളം എന്ന സംസ്ഥാനം മരുഭൂമിയായി പോവും. പിന്നെ ഓ ഏ? മോഹനകൃഷ്ണൻ സാറിന്റെ വീടല്ലേ? അതെ. ഞാൻ നാട്ടിൽ നിന്ന് വരിക. ശിവൻകുട്ടി തന്നുവിട്ടതാ. ഇതിവിടെ തരാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി. മോഹനേട്ടൻ ആഫീസിന് എത്തിയിട്ടില്ല. ആഹാ, ആളെത്തിയല്ലോ. നാട്ടിൽ നിന്ന് ഇതിനായിട്ട് മാത്രം വന്നാണോ? അല്ല, എനിക്കിവിടെ വരെ വരേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ഇതിവിടെ ഏൽപ്പിക്കാൻ ശിവൻകുട്ടി പറഞ്ഞതാ. ഓ, ശിവൻകുട്ടി കൊടുത്തയച്ച പാഴ്സലാ. എന്താ പേര്? രാജീവൻ. കേറിയിരിക്കോ, ചായ കുടിച്ചിട്ട് പോവാം. അയ്യോ, സമയമില്ല. എനിക്ക് 6 മണിയുടെ ബസ്സിന് തിരികെ പോണം. ഞാൻ പറ്റേ സാർ. ശരി ശരി. മോനട്ടാ, നല്ല വെയിറ്റ് ആണ്. കാര്യമായിട്ട് എന്തോ ഉണ്ട്. എന്റെ മനസ്സറിയുന്ന ആളാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ ശിവൻകുട്ടി. അതുകൊണ്ട് കൊടുത്തുവിട്ട സമ്മാനത്തിനും അതേ ഭാരമുണ്ടാവും. തുറക്കട്ടെ? ഇവിടെ അല്ല, അകത്ത് വരൂ. സൂക്ഷിച്ച്. തുറക്ക്. ഇത് എന്റെ സുഹൃത്തായ ശിവൻകുട്ടി എനിക്കായി കൊടുത്തുവിട്ട സമ്മാനമാണ്. ഇതെപ്പ തുറക്കണം, എപ്പ തുറക്കണ്ട എന്ന് ഞാൻ തീരുമാനിക്കും. മോഹനേട്ടന് താല്പര്യമില്ലാത്ത എന്തേലും ആണോ ഇതിനകത്തെങ്കിലോ? അങ്ങനെ ഒരിക്കലും വരില്ല. എന്റെ മനസ്സ് നിന്നേക്കാൾ നന്നായി മനസ്സിലാകുന്ന ആളാണ് ശിവൻകുട്ടി. അയ്യോടാ, എങ്കിൽ വരെ തുറക്കും. ഞാൻ എന്താ നോക്കട്ടെ. ഓ, ഗംഭീര പാക്കിംഗ് ആണല്ലോ. കുറെ പേപ്പർ. തേങ്ങ. വീണ്ടും തേങ്ങ. ഇതെന്താ പറഞ്ഞട്ടാ? എടുത്ത. പ്രിയപ്പെട്ട മോഹനകൃഷ്ണൻ, ഇന്ന് കേരളപ്പിറവി ആയതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഈ സമ്മാനം അയക്കുന്നത്. കേരളമെന്നാൽ കേരളത്തിന്റെ നാട് എന്നാണല്ലോ. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോ ഒരു തെങ്ങ് കണ്ടുപിടിക്കണമെങ്കിൽ മഷിയിട്ട് നോക്കേണ്ടി വരും. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന തേങ്ങയാണ് തെങ്ങിന്റെ നാടായ കേരളത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നെനിക്കറിയാം. ഇന്ന് കേരളപ്പിറവി ആയതുകൊണ്ട് എന്റെ സ്വന്തം പറമ്പിലെ തെങ്ങിലുണ്ടായ കേരളത്തിലെ തേങ്ങ
ഒരു സമ്മാനമായി അയക്കുകയാണ്. 10-50 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ വരുമല്ലോ. അപ്പൊ അവരെ കാണിച്ചു കൊടുക്കാനായി കുറെ തെങ്ങിന്റെയും തേങ്ങയുടെയും ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 60 വയസ്സ് തികയുന്ന കേരളത്തിന്റെ നാടിന് പിറന്നാൾ ആശംസകൾ. ശിവൻകുട്ടി ആള് കൊള്ളാലോ മോഹനേട്ടാ. കണ്ടിട്ട് മോഹനേട്ടനെക്കാട്ടിലും കൂടിയ ഇനമാണെന്ന് തോന്നുന്നു. ശിവൻകുട്ടി ഇതിൽ കാര്യമുണ്ട്. 3-4 തലമുറ കഴിയുമ്പോ അവർ ചോദിക്കും, കേരളം എന്ന പേരെങ്ങനെ വന്നു എന്ന്. നമ്മൾ പറയും കേരളത്തിന്റെ നാടായതുകൊണ്ടാണ് എന്ന്. അപ്പൊ അവർ ചോദിക്കും, എന്താ ഈ കേരം? പാവം നമ്മുടെ കേരളം 60 കൊല്ലം മുമ്പുണ്ടായിരുന്ന നന്മകളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പാടങ്ങളില്ല, പുഴകളില്ല, മലകളില്ല, തെങ്ങില്ല, മലയാളമില്ല. മോഹനേട്ട വിഷമിക്കണ്ട. ഇതൊക്കെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപക്ഷെ എല്ലാരും കൂടി ഒന്ന് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയതിൽ കുറച്ചെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റില്ലേ? കേരള പ്രവിദിനാശംസകൾ. 60 വയസ്സ് അത്ര ചെറിയ വയസ്സല്ല. ദൈവത്തിന്റെ സ്വന്തം നാടായി വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിന് 60 വയസ്സ് തികയുമ്പോൾ സന്തോഷിക്കാൻ മാത്രമല്ല ആശങ്കപ്പെടാനും കാരണങ്ങളുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന കവിവാക്യം ആവർത്തിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.